ഇന്നലെ ആരും ബിഗ് ബോസ് ഹൗസിൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങിയിട്ട് ഇന്ന് രാവിലെ ആരും മനസ്സമാധാനമായിട്ട് എഴുന്നേറ്റിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അമ്മാതിരി അടിയുടെ ഒരു മേളം തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ രണ്ട് സ്വേച്ഛാധിപതികളായിട്ട് ജിസേലും നെവിനുമാണ് വന്നിരിക്കുന്നത്. അവർ രണ്ടൊരു സ്വേച്ഛാധിപതികളായതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത സമാധാനമില്ലാത്ത ഒരു ബിഗ് ബോസ് ഹൗസ് നമുക്ക് കാണാം. ഒട്ടും സമാധാനമില്ലാത്തത് ചിലപ്പോൾ അനുമോൾക്ക് തന്നെയായിരിക്കും. കാരണം അനുമോൾക്ക് അത്രയും ട്രിഗേർഡ് ആവുന്നത് ജിസേലിനെ വെറുതെ കണ്ടാലും അനുമോൾക്ക് നല്ല ദേഷ്യം വരും. അപ്പൊ എങ്ങനെ തറ പറ്റിക്കാമെന്ന് അനുമോൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് അനുമോളുടെ ഒരു ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ അനുമോൾക്ക് കിട്ടേണ്ട ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത് ജിസേലിനെതിരെ കളിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുത്തനൊരു പ്രൊമോ വന്നതിൽ ശരിക്കും പറഞ്ഞാൽ അപ്പാനിയും അനുമോളും തമ്മിൽ ഭയങ്കര അടിയിലേക്ക് പോവുകയാണ്. അത് എത്രത്തോളം അതിനകത്തൊരു കൺട്രോൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് തോന്നാൻ കഴിയാത്ത അത്രയും അതുക്ക് മേലെ അടിയിലേക്ക് പോവുകയാണ്. കാരണം അനുമോളുടെ വായിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അനുമോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ മൂത്തവരെ അങ്ങനെ വിളിക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ വളരെയധികം റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത്. ഈ റെന ഫാത്തിമ ആ കണക്കിന് നോക്കുവാണെങ്കിൽ ശരിക്കും പെർഫെക്റ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം റെനയും അതുപോലെ അനുമോളും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് അറിയാം. റെനയ്ക്ക് ഒരു 19 വയസ്സേ ഉള്ളൂ. പക്ഷെ ആ കക്ഷി കറക്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നോട് നന്നായിട്ട് ബിഹേവ് ചെയ്തില്ലെങ്കിൽ അതിന് ആരാണെങ്കിലും അതിന് എത്ര വയസ്സാണെങ്കിലും ശരി തിരിച്ച് നല്ലതുപോലെ തിരിച്ചു പറയും. അത് ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു ഫേസ് ആയിട്ട് നമുക്ക് റെനയെ പറയാം. പക്ഷേ അനുമോളുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പഴയ ആൾക്കാരുടെ എല്ലാ ചിന്താഗതികളും എന്നാ പുതിയ തലമുറയിൽ നിലനിൽക്കുന്നു എന്നുള്ള ഒരു തോന്നിപ്പും അനുമോൾക്കുണ്ട്. പിന്നെ പ്രായവും ബഹുമാനവും എല്ലാം വളരെ അളവിലധികം കോരി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നാക്കെടുത്ത വായി തോന്നിയതൊക്കെ തന്നെ വിളിച്ചു പറയുന്നത്. അപ്പം ബഹുമാനമുണ്ട് എന്ന് പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് വായിന്ന് വരുന്ന പ്രശ്നങ്ങൾ ആ വാക്കുകൾ അത് മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ അനുമോൾക്ക് കഴിയാറില്ല. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂ. അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെയൊന്നും സംസാരിക്കില്ല, ഞാൻ വളരെ വരച്ച വരയിലൂടെ സംസാരിക്കൂ എന്ന് പറയുന്ന ലെവലിലേക്ക് അനുമോൾക്ക് എന്നല്ല ആർക്കും കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ പ്രൊമോയിൽ അപ്പാനി ഷെർത്തുമായിട്ട് ഓൾറെഡി ഇന്നലത്തെ വലിയൊരു വഴക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ ദിവസം അപ്പാനിയുമായിട്ട് ഉണ്ടാകുന്ന വഴക്കിനിടയിൽ അവിടെ ശൈത്യ അടുത്തിരിക്കുന്നുണ്ട്. ശൈത്യടുത്ത് പോലും പറയുന്നുണ്ട് ഞാൻ കഴുകി വെക്കാം, എനിക്ക് തോന്നുമ്പോൾ ഞാൻ കഴുകി വെക്കും എന്ന്. അതിന്റെ അർത്ഥം എന്തായാലും കിച്ചണിൽ നിന്ന് അനുമോളെ മാറ്റിയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് മാറ്റിയിട്ട് വെസൽ ടീമിലേക്കാണ് അനുമോളെ ഇട്ടതായിട്ട് തോന്നുന്നത്. കാരണം പാത്രങ്ങൾ കഴുകി വെക്കുന്നതാണ് വെസൽ ടീം. അപ്പൊ അനുമോള് പാത്രങ്ങൾ കഴുകി വെക്കാനായിട്ട് ആ ശൈത്യം ഉപദേശിക്കുന്നുണ്ടായിരിക്കാം. അപ്പം അനുമോള് കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ള തീരുമാനത്തിലായിരിക്കാം ആ പറയുന്ന പാത്രങ്ങൾ കഴുകി വെക്കാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ അനുമോളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നേ. അപ്പം ശൈത്യടുത്ത് തട്ടിക്കേറിക്കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ കഴുകും, നിനക്ക് എന്ത് വേണം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അവിടുന്ന് ഇറങ്ങി പിന്നെ അനുമോള് പോകുന്നത് അപ്പാനിയുടെ നെഞ്ചത്തേക്കാണ്. അപ്പൊ അപ്പാനി എന്തോ പറഞ്ഞപ്പോഴത്തേക്കും അനുമോള് അതൊക്കെ, അതായത് എടി പൊടി എന്നുള്ളത് അപ്പാനിയുടെ സ്ഥിരം വിളിയാണ്. അത്തരത്തിലുള്ള ഒരു വിളി വന്നപ്പോഴത്തേക്കും ആ എടി എന്നുള്ളത് വിളിച്ചതിന്റെ പേര് അത് അങ്ങ് കൂറ ഭാര്യ എന്ന് പറഞ്ഞാൽ പെണ്ണുമ്പിള്ളയെ പോയി വിളിക്കാനാണ്. എന്ന് വെച്ചാൽ കൂറ പെണ്ണുമ്പിള്ളയെ പോയി വിളിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ കൂറ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ എടുത്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വട്ടം ആ വീഡിയോ പ്ലേ ചെയ്ത് കൂറ എന്ന് തന്നെയാണോ പറഞ്ഞതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ റെസ്പെക്ട് കൂടുതലുള്ള അനുമോളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇതും ഈ പറയുന്ന ഗെയിമിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും ശരി, അടുത്ത ഒരു അടി ഇവിടെ തുടങ്ങും. ഇതങ്ങോട്ട് കേൾക്കുന്ന ഉടനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ അപ്പാനി ഇങ്ങോട്ട് വന്നിട്ട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നെ പറയണം, വീട്ടിലിരിക്കുന്നവരെ പറയുന്നതിനാണ്, എൻ്റെ ഭാര്യയെ പറയുന്നതാണ്. ഒന്നാമതോ അപ്പാനിക്ക് രേഷ്മ എന്ന് പറയുന്ന തൻ്റെ ഭാര്യ എന്തെങ്കിലും പണി കിട്ടുമോ എന്ന് പേടിച്ചാണ് ഇരിക്കുന്നത്. തൻ്റെ ഭാര്യയെ പറഞ്ഞ് അപ്പാനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇനി അങ്ങോട്ട് അപ്പാനിയും അനുമോളും അത് എത്രത്തോളം വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ജിസേലൊക്കെ ഒന്ന് തണുത്തിരിക്കുകയാണ്, അപ്പാനിയാണ് ഇപ്പൊ തീ എന്ന് പറയുന്നത്. അപ്പൊ ആ ഫയർ അണയുന്നതിന് മുന്നേ ഇനി അടുത്ത ഒരു കോണ്ടന്റ് വേറെ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ശരി, ഇന്നത്തെ ദിവസത്തെ ലൈവിന് നമുക്ക് തുടക്കമാവുകയാണ്. കാത്തിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.